ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഹാപ്പിയെ മേടിച്ചിട്ട് ഇപ്പം ഏതാണ്ട് ഒരു 10-12 ദിവസം അടുപ്പിച്ചായിട്ടുണ്ട് അല്ലേ? 12 ദിവസമായി. ഇവന് വാക്സിനോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഏതാണ്ട് ഒരു 2 മാസം അടുപ്പിച്ച് ഇവന് പ്രായമായിട്ടോ, 2 കൂടുതലായി കേട്ടോ. ഇവനെ മേടിച്ച സമയത്ത് അവർ ആദ്യം പറഞ്ഞൊരു 10 ദിവസത്തിനുള്ളിൽ കൊണ്ട് വാക്സിൻ എടുക്കാനാണ്. ഇതുവരെ എടുത്തിട്ടില്ല. അപ്പം എന്തായാലും ഇന്ന് ഹോസ്പിറ്റലിൽ പോയി അവന് വാക്സിൻ എടുക്കണം. ഇവിടെ മൃഗാശുപത്രി എവിടെ അമ്മ? അവിടെ പിന്നെ കൃഷിഭവന്റെ അവിടെ തോന്നുന്നു. ചടയമംഗലത്ത് ഉണ്ട് കൃഷിഭവൻ. കൃഷിഭവനിലല്ലോ, അല്ല മൃഗാശുപത്രി. അതായത് ഈ കൃഷിഭവന്റെ അടുത്തായിട്ടാണ് മൃഗാശുപത്രി. പിന്നെ അവന് ചെള്ളുണ്ടല്ലേ? ചെള്ളുണ്ട്, അങ്ങോട്ട് ചൊറിച്ചിലുണ്ട്. ഞാൻ 2-3 കിട്ടി എനിക്ക്. പിന്നെ ഫുഡൊക്കെ ഇല്ലേ? ഫുഡുണ്ട്. ചീപ്പ് വന്നും ചീപ്പും കേട്ടോ. ഡെയിലി ഇവനെ ചീപ്പണം കേട്ടോ, അല്ലെങ്കിൽ ഈ ജട പിടിക്കും രോമത്തില്. പിന്നെ കണ്ണ് കണ്ടോ ഇല്ല, എനിക്ക് ഇവനെ കാണുമ്പോ എപ്പോഴും ആട്ടിൻകുട്ടിയുടെ പോലെ തോന്നാ. എന്റെ ചെവി, ഈ കണ്ണ്, അതുപോലെ വാലൊക്കെ കാണുമ്പോ എനിക്ക് ആട്ടിൻകുട്ടിയുടെ കണക്ക് തോന്നും. കൂട്ടിലൊക്കെ ആക്കണ്ടേ ഇങ്ങനെ വേണ്ടേ? അതൊന്നും വേണ്ട. ബെൽറ്റ് വേണ്ട, അവനൊന്നും വേണ്ട. അവൻ ഇതിന് ഒത്തു മതി. ശരി ശരി. പോവാ, നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാ. ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ ഇവൻ കരയും തുടർന്ന്. ഹാപ്പി ഇന്ന് സാഡാവും മിക്കവാറും. പോവാ. ഇല്ല, ബൊമ്മയൊക്കെ എടുത്ത് വെച്ചേക്കുന്ന കമ്മടി ഉപയോഗിച്ചേക്കണം. നമ്മളെവിടെ പോവാ? നമ്മള് സൂചിയൊക്കെ പോവാ. വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ട് ഇല്ല, വീട്ടിൽ വന്ന്. പണ്ട് കോഴിയൊക്കെ ഉള്ള സമയത്ത് നമ്മള് സിറിഞ്ച് എടുക്കാനൊക്കെ പോകില്ല, ഇഞ്ചക്ഷൻ എടുക്കാൻ പോകില്ല. കോഴിക്ക് എടുക്കത്തില്ല. കോഴിക്ക് എന്തിനാണ്ട് ഉണ്ടായിരുന്നല്ലേ? മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടിയായിരുന്നു നമുക്ക് പണ്ട് കോഴി കിട്ടി. അവിടുന്ന് ഗുളിയൊക്കെ തന്നിട്ടുണ്ട്, പനിക്കുള്ള ഗുളിക. അങ്ങനെ എങ്ങാണ്ട് പോയി, എനിക്ക് ഓർമ്മ. തുള്ളി മരുന്നൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ വേറൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഡോഗിന്റെ കാര്യമാണെന്ന് വെച്ചോ. അപ്പൊ വേറൊരു മെയിൽ ഡോഗ് ഉണ്ടെങ്കിലല്ലേ പ്രഗ്നന്റ് ആവൂ? അപ്പൊ ഈ കോഴി മുട്ടയിടുന്ന എങ്ങനെയാ? കാണിച്ചു തരാം. അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ഈ പെടക്കോഴിക്ക് മറ്റേ പൂവൻകോഴിയുടെ സഹായം വേണ്ടല്ലോ മുട്ടയിടാൻ. പിന്നെ വേണോ? പിന്നെ പൂവൻകോഴി ഉണ്ടെങ്കിലും മുട്ട എടുത്തോളൂ. എന്റെ ഓരോ സംശയങ്ങളാ. ഇവിടെ ഇവിടെ കണ്ടാട്ടോ, ഇങ്ങോട്ട് പോട്ട്. ഹോസ്പിറ്റലിൽ എത്തിയ കേട്ടോ. ഭയങ്കര വെയിലേ. നമ്മളെന്ത് സൂചി കുത്തുവല്ലോ. ഇപ്പൊ കരയുണ്ടോ? കരയും മിക്കവാറും. എവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്ന? കുണ്ടിയിലാണോ നമ്മളെ പോലെ? ഇതിന്റെ മണ്ടയിലെന്ന് പറഞ്ഞ അതെനിക്കറിയത്തില്ല. അവന്റെ കയ്യിലാ കുണ്ടി കുത്തണം. ചന്തിയിലൊക്കെ അനുഭവിക്കൂടാ. കരഞ്ഞൊന്നുമില്ല. എന്തോ ഒരു വേദനയുണ്ടോ? എന്നാലും ഒരു ഇതൊക്കെ. അയ്യോ, കരയുന്നു. നെഞ്ചിടന്ന് പടപട ഇടിക്കുന്നു. ഹേ ഗൈസ്, അപ്പം നമ്മൾ വാക്സിനൊക്കെ എടുത്തിട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ കുണ്ടി തളർന്നാൽ അവിടെ ഒന്ന് കിടക്കുക വണ്ടിയുടെ കീഴിൽ. എൻ്റെ കാല് വെച്ചേക്കുന്നുണ്ട്. ഇല്ല, കുണ്ടിക്ക് അറിഞ്ഞു കയറ്റിയ നോക്കത്തില്ല. നല്ലൊരു അറ കിട്ടിയായിരുന്നു കേട്ടോ ഇവന്. ഇനി നമുക്ക് 15 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ പോണം എടുക്കാനായിട്ട് കേട്ടോ. നിന്റെ കുണ്ടി രണ്ടാവോടാ. ഇനി ചിലപ്പോ അവിടെ ചെല്ലുമ്പോ അവന് അത് ഓർമ്മ വരും. ഇനിയിപ്പോ മിക്കവാറും അതിന്റെ അകത്ത് കയറും. പക്ഷെ ഇവനെ പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി ഇറങ്ങി ഓടത്തില്ല. ഭയങ്കര സൈലന്റ് ആയിരിക്കും കേട്ടോ. അവിടുന്ന് ഒരു ചെറിയ കാർഡൊക്കെ തന്നു കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകാൻ നേരത്തെ ഇതിവിടെ കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ എടുത്തത് പ്രതിരോധ കുത്തിവയ്പ്പാണ്. അതിനാണ് 650 രൂപ. ഇനി 15 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കൊണ്ടുപോകണം. അപ്പോൾ ഒരു ഡോസ് കൂടെ എടുക്കും. സെയിം വാക്സിൻ തന്നെയാണ്. ചെള്ളിനൊന്നും ഇപ്പോഴേ മരുന്ന് തേക്കേണ്ട, അവൻ കുഞ്ഞല്ലേ, അതുകൊണ്ട് ഇപ്പോഴേ മരുന്ന് തേക്കേണ്ടെന്ന് പറഞ്ഞു. ചെള്ളി ചെറുതായിട്ടേ ഉള്ളൂ, അത് കോമ്പ് ചെയ്ത് വിട്ടാൽ മതി, അതങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞു. നല്ല വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിൽ. നിങ്ങളെ കൊച്ചുനാളിലേ ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ ദൈവമേ കവറിന്റെ അകത്ത് കുറച്ച് തുണിയും വാരി വെച്ച് ഒരു കൊടയും എടുത്ത് 2 പിള്ളേരെയും പിടിച്ച് ഇടുവോ? അതെങ്കിൽ അവനൊരു അത്യാവശ്യം രാത്രി ഒരെണ്ണം വെച്ചു കൊടുക്കണോ. എനിക്ക് എന്നും ചവിട്ടി കഴിവൊക്കെ. ഇവിടെ കിടന്ന സാധനം എന്തേ ഇവൻ പെടുത്ത് ഞാൻ കഴിവിട്ടേക്കുന്നു. ഇവൻ പുറത്ത് പോയി മുള്ളത്തില്ല കേട്ടോ. ഇവന് രാത്രി പേടിയാ. അധികം രാത്രി പേടിയാടാ. പുറത്തിറങ്ങത്തില്ല. അവര് നമ്മള് വന്ന വഴിക്ക് 2 ബലൂൺ വാങ്ങിച്ച് കളിക്കാനായിട്ട്. ഇവൻ തിന്നാത്ത സാധനം ഒന്നും ഇല്ല കേട്ടോ. ഇവൻ ചോറ്, അവിയല്, അതൊക്കെ കപ്പയ്ക്ക് തിന്നും. ഞങ്ങള് കഴിക്കുന്ന എല്ലാം ഇവൻ തിന്നും. പഴം തിന്നും എല്ലാം. പക്ഷെ കുറെ എല്ലാം കൊടുക്കും. ഞാൻ എന്ത് വായി വയ്ക്കുന്നോ അവന് കൊടുക്കും.
മറ്റേ ഇത് കുമ്പളപ്പം കുമ്പളപ്പം ഉണ്ടാക്കിയത് കഴിച്ചവൻ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരെണ്ണ വേണ്ടേ, ഒരു കൂട്ട് വേണ്ടേ അവന്? ഒരാളെ മേടിക്കാം, ഒരാളെ കൂടെ മേടിക്കാം. അങ്ങനെ ഇപ്പൊ ഉണ്ടാക്കണ്ട, ഞാൻ ഇവിടെ ഒരു കൂട്ടുമില്ലാതെ ഇവിടെ ഇരിക്കാം. നീ അവിടെ അങ്ങനെ ഇരുന്നാൽ മതി. നീ വിചാരിക്കും നിനക്ക് ഞാൻ ഇപ്പം മാമാപ്പണി ചെയ്ത് നിനക്ക് കൊണ്ടുവരാം. നീ അവിടെ ഇരുന്നാൽ നിനക്ക് വരത്തില്ല. എന്നെ പെണ്ണ് കെട്ടുന്നു അന്ന് നിനക്ക് ഞാൻ സെറ്റാക്കി തരാം കേട്ടോ. അത് ശരിയാ, അന്ന് മതി. അതുവരെ ഞാനും നീ സിംഗിൾ. ഇവനൊരു കൊട്ടത്തേങ്ങ ഉണ്ട് കേട്ടോ, അവനത് ഭയങ്കര ഇഷ്ടമാ. ഈ കൊട്ടത്തേങ്ങ ഇട്ട് അവൻ കളിക്കുന്നത്. അവൻ തന്നെ അവന്റെ അയ്യത്തുനിന്ന് എടുത്തോണ്ട് എന്നാ കളി. വാക്സിൻ എടുത്തതിന്റെ തോന്നുന്നു വലിയ വയ്യ വയ്യ കേട്ടോ. വൈകിട്ട് കളിപ്പിച്ചു തളർന്നു. അയ്യോ ഇതൊന്നും അല്ല ഇവൻ വാക്സിൻ എടുത്തതിന്റെ ക്ഷീണോ ഇങ്ങനൊന്നും അല്ല. മതി മതി, ഇതാ ഇതാ നമുക്ക് വൈകിട്ട് കടിച്ചു പറിക്കാം. അയ്യ അവന് പേടിയത്. എടാ എടാ ബോളാ എന്നാ ബലൂണ് എന്നാ തട്ട് 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 തട്ട്. അയ്യ അവന് പേടിയത്, കൊരയ്ക്കുന്ന അവന് നോക്കിയിട്ട്. എടാ ഇതൊന്നും ചെയ്യത്തില്ല, എന്നാ തട്ട്. അയ്യേ അവന് പേടിയപ്പാ. ഹേ ഗൈസ്, സമയം ഏതാണ്ട് 5-6 മണി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അച്ഛനൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ഡാൻസ് ഒക്കെ എടുത്തില്ലേ, ഒറ്റ ഷോട്ടിൽ ഒരു ഡാൻസ് എടുത്തിട്ടുണ്ട് ഗൈസ്. അത് ഞാൻ എന്തായാലും റീലിൽ അപ്ലോഡ് ചെയ്യാം. അടിപൊളി ഡാൻസ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. തന്നെ ഒറ്റ ടേക്കിൽ എടുത്ത് ഡാൻസ് നൈസായിട്ട്. അച്ഛൻ്റെ സ്റ്റെപ്പ് നോക്ക്, അടിപൊളിയായിരുന്നല്ലേ, സൂപ്പറായിരുന്നു. അതാ ഒറ്റ ടേക്കിൽ സൂപ്പർ ആയിട്ട് എടുത്ത കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ്? അടിപൊളിയായിരുന്നു. ഹാപ്പി ബാ. അക്കൊക്കെ പുട്ടും ബീഫും വേണോ, മന്തി വേണോ, എന്തൊരു വേണം? അതിന് ഇത്തിരി തറയിറക്ക്, സമാധാനം കൂടും അതിന്. ഒരു നിവൃത്തിയില്ലത്. ഞാൻ ഇതിന് കുറച്ച് ടോയ്സും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ചെരുപ്പ് കടിയാ ഭയങ്കര. ഈ പല്ലിന് ഇങ്ങനെ തരിപ്പ് വരുമ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ കടിച്ചു കയറുന്നത്. അപ്പൊ അവന് ടോയ്സ് മേടിച്ചു കൊടുത്താൽ അതിരുന്ന് കടിച്ചോണ്ടിരിക്കും. അയ്യോ അതൊന്നും ഇട്ട് കളിക്കത്തില്ല. അവന് മറ്റേ കൊട്ടത്തേങ്ങ ഇഷ്ടം, അതെടുത്ത് കൊടു. അമ്മയ്ക്ക് സമയം പോകുന്നില്ലേ, സമയം പോകുന്നില്ല. വേണ്ട സമയം പോകണ്ടല്ലോ. എന്തിനാ അമ്മ വെള്ളം ഒഴിക്കുന്നത്, അമ്മ തുണി കഴുകുന്നത് ഒന്നും ഇഷ്ടമല്ല. വെറുതെ ഇരിക്കണം കണ്ടോ. അല്ലേ എന്തിനാ ഉദ്ദേശം? ഇങ്ങോട്ടെ. ഇനി വാക്സിൻ എടുത്ത് ഡോസ് വല്ലതും കൂടിയാ അമ്മ ഒരു മടലിന്റെ എടുത്തോണ്ട് ഇപ്പൊ ശരിയാ. ഇവന് പ്രധാനമായിട്ട് മറ്റേ കടിക്കുന്ന എന്തെങ്കിലും സാധനം മേടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മൊത്തം പോകാ. അച്ഛൻ ഉറങ്ങി കിടക്കുമ്പം പോകാല്ല പോ. ഇവന്റെ മോന്ത നല്ല രസം, ഇച്ചിരിയല്ല ഒരുപാട്. ആ വേണ്ട ഇതിപ്പോ അവനെക്കാട്ടി കഷ്ടം അച്ഛൻ. നോക്കിയാണ് 10-45 വയസ്സുള്ള മനുഷ്യനെ കിടന്ന് ചാടുന്നത്. 47 ആയല്ലേ മുതുക്കനെ കിടന്ന് ചാടുന്നു പട്ടിക്കുട്ടീന്റെ കൂടെ. ഉച്ചിക്കട്ടി പാറോടി 12 ചുട്ടോടി, എനിക്കൊരെണ്ണം തന്നോടി, ഞാൻ ചുടുമ്പോ. ഇതരാ പരാതി. ചക്ക വെട്ടിയിട്ടിരിക്കുന്നത് ഒരെണ്ണം വരില്ല കൊണ്ടുപോവാ. ചക്ക മൊത്തം കിടന്ന് പഴുത്തു പോവാ. ചക്ക തരാന്ന് പറഞ്ഞാലും വേണ്ട. അതും കണ്ടിച്ചു നോക്കിയാൽ പഴുത്തു, അങ്ങനെ അവൻ കൊണ്ടുപോയി. എനിക്ക് കമ്പനിക്ക് ആളില്ല ചക്ക പറിക്കാൻ. ചക്ക തിന്നാനാണ് കമ്പനിക്ക് ആളില്ലാത്ത. ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ തിന്നോളാം. ഇത് അഗസ്തി പോലെ ഇത് മറ്റേ തോരൻ വെക്കുന്ന ഈ ഇല എടുക്കും. ഇലയും വയ്ക്കാം, ഇത് പൂവും വയ്ക്കാം. ഇവിടെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. താഴ്ത്തുക. ഓ ഓ ഓ ഭയങ്കര കൃഷി. ഇതൊക്കെ അങ്ങ് കീറിപ്പോയല്ലേ ഇലയൊക്കെ. അച്ഛൻ നോക്കത്തൊന്നുമില്ലേ. ഇത് കാക്ക ഇപ്പൊ കൽക്കരിയാണോ തിന്നുന്ന? ഉണ്ടളിയ
എനിക്കൊന്നും തോന്നുന്നില്ല. അതിന് പിന്നെ എന്തിനാ ചിരിച്ചത്? അന്ന് വന്നപ്പോഴും ഇത്രയല്ലേ ഉള്ളായിരുന്ന? ഇതെന്താ വളരാത്ത? അച്ഛൻ കൃത്യമായിട്ട് നോക്കുന്നില്ല. മറ്റേ ഫാറ്റും ബോസ് ഇട്ടായിരുന്ന. നേരത്തെ കുറെ വൃക്ഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. മറ്റേ മുട്ടപ്പഴം കണ്ടിട്ടുണ്ടോ? മുട്ടപ്പഴം ആ സാധനമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. റംബുട്ടാ ഉണ്ടോ? റംബുട്ടാ ഇല്ലല്ലേ? റംബുട്ടാ ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. അത് അപ്പം വൈകുന്നേരം വരുമ്പോ മേടിച്ചോണ്ട് വരുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇത് വെച്ചില്ല. പുളിഞ്ചിക്ക് എത്തി. പുളിഞ്ചിക്കാം കുറച്ചും എടുക്കാം. നമുക്ക് കണ്ടോ ഒരെണ്ണോടെ ചടച്ചേ. ഇനി നമുക്ക് തിന്നാം. കണ്ണടയ്ക്കാൻ പാടില്ല. ഓ റിയാക്ഷൻ നോ റിയാക്ഷൻ. എന്തിനാ ഇരുമ്പാ? ഇതാരാ എഴുതി വെച്ച? ഞാൻ വീണ്ടും വന്നു. കുറുവാ സംഘമാണ്. അറിയത്തില്ല കേട്ടോ. രാത്രിയിലൊന്നും വരല്ലേ, മണ്ടറിഞ്ഞ് കീറും. എന്തോ അയ്യോ കിണറ്റിൽ ആഴമുണ്ടോ? ഒന്ന് പോയി നോക്കിട്ട് വാ. വേണ്ട അച്ഛൻ വേണ്ട വെള്ളം കോരുന്നുണ്ട്. അമ്മ വാഴയ്ക്ക് വെള്ളം അടിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് കൊണാണ്ടർ അടിക്കുന്നുണ്ട്. ഞങ്ങൾ ഹാപ്പിയെ കൊണ്ടുവന്നില്ല കേട്ടോ. കാരണം അവന് വാക്സിൻ എടുത്തോണ്ട് ഒരുപാട് കിടന്ന് ചാടിക്കൂടാ. അപ്പൊ ഇവിടെ വന്നാലും അടങ്ങിയിരിക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം കിടന്ന് ഓട്ടമായിരിക്കും. അറിയാവുന്ന സ്റ്റെപ്പൊക്കെ അറിയാവുന്നതാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് സ്വന്തമായിട്ട് കളിച്ചാൽ പോരെ. അറിയാത്തത് പഠിപ്പിക്കാനാണ് മാഷ്. മാഷ് എന്തിനാണ് പഠിപ്പിക്കാൻ? ആദ്യം ഇങ്ങനെ ആ സെറ്റപ്പ് അത് കാണിക്കേ. ഇങ്ങനെ വിരിച്ചിട്ട് ഇങ്ങനെ വിട്ടിച്ചിട്ട് ഇങ്ങനെ കൈ അനങ്ങുമ്പോ കാലനങ്ങത്തില്ല, കാലനങ്ങുമ്പോ കൈ അനങ്ങത്തില്ല. രണ്ടുകൂടെ ഒരുമിച്ച് അനക്ക ഇച്ചിരി പാടാ. ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അതേപോലെ ചെയ്യേ. നീ വേറെ സ്റ്റെപ്പ് ഇടും ഇങ്ങനെ ഇങ്ങനെ കാണിക്കാതെ. 1 2 3 സ്റ്റാർട്ട്. അങ്ങോട്ട് പോണം. അങ്ങോട്ടാ അത് ഇച്ചിരി ഇത്തിരി ഒന്ന് പഠിച്ചാലേ പറ്റൂ. അതെ ഈ നമ്മുടെ ഹിപ്പ് കുറച്ച് അനങ്ങണം. ഈ തൂണ് കണക്ക് നിന്നാ പറ്റൂല. മരത്തിന്റെ ഫിഗർ പിടിച്ചൊക്കെ നിക്കുവോ ഇങ്ങനെ. വേറെ പാട്ടിട്ടാലോ നമുക്ക്? ഡപ്പാ കുത്താട്ടോ. കളിച്ചോ. പഠിച്ചില്ലേ? അതിന് നമുക്ക് അച്ഛനെ പഠിപ്പിക്കാം. ബാ ഇങ്ങോട്ടേക്ക്. ഗുരുദക്ഷിണ ഉണ്ടോ? എന്നുണ്ടോ? മറ്റേ സംഭവം ഉണ്ട്. അതാണ് ആദ്യം. അതെ അച്ഛാ. ഓക്കെ റെഡി 1 2 3 സ്റ്റെപ്പ്. അഴകുള്ള എനക്കുള്ള തങ്ക വെച്ച് കളി. അഴകുള്ള എനക്കുള്ള തങ്ക വെച്ച് കളി. റെഡി ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങോട്ടേക്ക്. ഇത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ 2 അടി, അപ്പുറത്ത് 2 അടി. ഒരു ഡാൻസ് ഇങ്ങനെ ചാടണം. ഒറ്റക്കാലി പട്ടി മുള്ളുന്നുണ്ടില്ല അതുപോലെ. അഴകുള്ള തങ്ക വെച്ച അഴകല്ല ഉനക്കുള്ള തങ്ക വെച്ച അടി അതുക്കുള്ള നീ എന്ന ടിൻ 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 ടിൻ. അത് ഞാൻ തന്നെ ഇറങ്ങിയതാ. ടിൻ 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 ടിൻ. ഇത് ഫ്രീ സെറ്റ് സ്വന്തം ആർക്കും എന്ത് കളിക്കാം. ഹേ ഗായ്സ്, അപ്പൊ അങ്ങനെ ഒരു കുട്ടി ഡേ ആയിരുന്നു സുഹൃത്തുക്കളെ. ഇന്നലെ നിങ്ങളെല്ലാരും പറഞ്ഞ പേരാണ് ഹാപ്പി എന്ന്. അവൻ വന്നപ്പോഴാണ് അമ്മ കൂടുതൽ ഹാപ്പി ആയത്. അതുകൊണ്ട് ഹാപ്പി എന്ന് തന്നെ പേരിട്ടോ നിങ്ങളെല്ലാരും പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഹാപ്പി എന്നുള്ള ആ ഒരു പേരിട്ട്. അവന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള നെയിമും ഹാപ്പി തന്നെയാണ്. അല്ല വീഡിയോ ഇട്ട സമയത്ത് തന്നെ ആദ്യം വന്ന പേരേ അതാ, ഹാപ്പി എന്നുള്ള പേരാകുന്നുള്ളൂ. പിന്നെ വേറൊരു പേര് നോക്കിയില്ല, ആ പേര് തന്നെ കിട്ടവന്. കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഹോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണെന്നവരെ ബൈ.